എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 5, 6. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേത്യുദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജന തേഷ്വേഷാ വസസിദ്ധിരൈവ ദൈത പ്രസ്താവദത്താദരാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആഗ്രഹിക്കുന്ന അവിടുത്തെ ആ മഹത്വം, അവിടുത്തെ സൗന്ദര്യം, ഇതിലെല്ലാം ആകൃഷ്ടയായിട്ട് അവിടുത്തെ വപുസിംഗിൽ സ്ഥിരമായിട്ട് ഉറച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ പ്രേമസ്ഥൈര്യമയാത ചാബലബല ചാബല്യവാർത്തോദഭൂൽ എന്നും പറഞ്ഞു. ചാഞ്ചല്യം ഇല്ല. അവിടുത്തെ ആ രൂപ ലാവണ്യത്തിൽ അങ്ങനെ വശംവതയായിട്ട് അനുരാഗത്തിൻ്റെ ആ ഒരു ഔന്നത്യം കൊണ്ട് ശ്രീലക്ഷ്മിക്ക് എന്നും എപ്പോഴും അവിടുത്തെ വപുസിങ്കൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കണം. അതിന് യാതൊരു ചാഞ്ചല്യമില്ല, എന്നാൽ അതേസമയം ചപലയാണെന്ന ഒരു അപവാദമുണ്ട്. അത് വൈരുദ്ധ്യം അല്ലേ എന്നൊക്കെ പറയണ്ടായി. ഇവിടെതാ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പറയാണ്, അല്ലേ ഗുരുവായൂരപ്പ, ഹേ ലക്ഷ്മീപതേ എന്നാണ് സംബോധന ചെയ്യണ ഗുരുവായൂരപ്പനെ. ഈ ലക്ഷ്മി, അങ്ങയുടെ മഹത്വം, അതിനു പുറമെ അല്ലെങ്കിൽ അതിലുപരി അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. പരേഷു അസ്ഥിര, അവിടെയാണ് ഈ ചപല എന്ന് വിശേഷണം വരണത്. മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കണില്ല ശ്രീലക്ഷ്മി. എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവിടുത്തെ ആ മഹത്വം, അവിടുത്തെ സൗന്ദര്യം അതെന്തെന്നില്ലാണ്ട് എങ്ങനെ ആകർഷിക്കും. ഉടനെ അവിടുത്തെ ആ വപസിലിരിക്കാനായിട്ട് കൊതിച്ചുകൊണ്ട് അവിടുത്തെ സമീപത്തിലേക്ക് വരും. അപ്പം അങ്ങനെ ഈ ലക്ഷ്മി ഭഗവതി അവിടുത്തെ ആ രൂപലാവണ്യത്തിൽ അനുരാഗവശമായിട്ട് മറ്റുള്ളവരിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ ആഗ്രഹിക്കണില്ല. അതിന് വേണമെങ്കിൽ ഞാനൊരു പ്രമാണം കൂടി പറയാം, ഒന്നും കൂടി അത് ഉറപ്പിച്ച് പറയാം. എങ്ങനെയാണെന്നാണെങ്കിൽ, അവിടുത്തെ ആ ആശ്രയിക്കുന്ന ഭക്തന്മാർ അവിടുത്തെ ആ ധ്യാനനിരതരായി ഇരുന്നിട്ട് അവിടുത്തെ ആ മഹത്വത്തെയും സൗന്ദര്യത്തെയും ഗുണങ്ങളെയൊക്കെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തണു ഏതു നേരത്തും. അപ്പം അങ്ങനെ അവിടുത്തെ ഭക്തന്മാർ അവിടുത്തെ ഗുണങ്ങളെയും സൗന്ദര്യത്തെയും മഹത്വത്തെയൊക്കെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുമ്പോൾ ഈ ലക്ഷ്മി ആ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലണു. എന്തിനാ വെച്ചാൽ ആ ഭക്തന്മാർ തമ്മിൽ അവിടുത്തെ ഗുണങ്ങളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തമ്മിലിങ്ങനെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട്, പാടണത് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോണു. അങ്ങനെ ലക്ഷ്മീ ദേവി എപ്പോഴും അവിടുത്തെ വപുസിൽ തന്നെ യാതൊരു ചാഞ്ചല്യമില്ലാണ്ട് സ്ഥിരമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന ഭക്തന്മാരുടെ അടുത്തേക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സജ്ജനങ്ങൾ അവിടത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഉടനെ അവിടുത്തെ സമീപത്തേക്ക് എൻ്റെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് പരേഷു അസ്ഥിര എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടുത്തെ മേൽപ്പത്തൂർ ഒന്നും കൂടി പറയുന്നുണ്ട്, സാധാരണക്കാർ ഭൗതിക സുഖങ്ങൾ ആഗ്രഹിക്കാത്തവരില്ല. സ്ഥാനമാനങ്ങൾ വേണം, പ്രസിദ്ധി വേണം, ഐശ്വര്യം വേണം, സമ്പത്ത് വേണം. ഇതിനൊക്കെ സാധാരണക്കാരെ ആശ്രയിക്കുന്നത് ലക്ഷ്മി ഭഗവതിയാണ്. ലക്ഷ്മി ഭഗവതിയാണോ ഐശ്വര്യത്തിൻ്റെയൊക്കെ ഉറവിടം. എന്നാൽ ഈ സാധാരണക്കാർ ഈ ഐശ്വര്യവും ഭൗതിക സുഖങ്ങളൊക്കെ
ആഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതിയെ ആശ്രയിക്കുമ്പോൾ അവർ മനസ്സിലാക്കണില്ല ഈ ലക്ഷ്മി ഭഗവതി എന്നും അവിടുത്തെ വപസ്സിലാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പ ഈ സമ്പത്തോ ഐശ്വര്യം അതൊക്കെ ആഗ്രഹിച്ചോട്ടെ, ഭൗതിക സുഖങ്ങളെ ആഗ്രഹിച്ചോട്ടെ, കാമിച്ചോട്ടെ, പക്ഷേ അവർക്ക് അതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ ഇരിപ്പിടമായിട്ടുള്ള ഗുരുവായൂരപ്പ അവിടുത്തെ പാതാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ ഈ ഭൗതിക സുഖങ്ങൾ വേണമെങ്കിൽ അതും ലഭിക്കും, എളുപ്പത്തിൽ ലഭിക്കും എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണില്ല ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഗുരുവായൂരപ്പനോട് ഈ ശ്ലോകത്തിൽ കൂടി പറയണം. അങ്ങനെ ആ ചുരുക്കം എന്താ, ഭക്തിപൂർവം അവിടുത്തെ പാതാരങ്ങളെ ആശ്രയിക്കുക തന്നെയാണ് വേണ്ടത്. ആയുരാരോഗ്യ സൗഖ്യത്തിനും അല്ല ഇനി ഭൗതിക സുഖങ്ങൾക്കാണെങ്കിലും അവിടുത്തെ പാതാരബിന്ദങ്ങളെ പ്രേമഭക്തിയോടുകൂടി നിഷ്കാമഭക്തിയോടുകൂടി ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ ഇവിടെ ആ ഭക്തിയുടെ ആ മഹത്വം പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ഭഗവാന്റെ ആ സൗന്ദര്യ രൂപത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഏത് വിധത്തിലാണ് ഭക്തന്മാർ ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ആനന്ദത്തിൽ ആറാടണത്, മുങ്ങിപ്പൊങ്ങണത് എന്നതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണു. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത്യസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരേ ആനന്ദമൂർച്ചോദ്ഭവൈ. ഗുരുവായൂരപ്പ അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും എന്ന് മാത്രമല്ല, ആ വീണ്ടും വീണ്ടും മേൽപ്പത്തൂർ പറയണം ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം. അങ്ങനെ ആ സച്ചിദാനന്ദം വിഴിഞ്ഞൊഴുകുന്ന, കാരുണ്യം വിഴിഞ്ഞൊഴുകുന്ന അവിടുത്തെ ആ വപുസ് വിഗ്രഹം കാണുന്നവർക്ക് മാത്രമല്ല, സ്മരിക്കുന്നവർക്ക് മാത്രമല്ല, അവിടുത്തെ ആ മഹത്വം, അവിടുത്തെ ആ സൗന്ദര്യം കഥാരൂപത്തിൽ ശ്രവിക്കുന്നവരുടെ മനസ്സിനെയും എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിൽ ആറാടിക്കണം. അവരറിയണില്ല അത്. അവിടുത്തെ ആ കഥകൾ കേൾക്കുമ്പോൾ, അവിടുത്തെ നാമങ്ങൾ കേൾക്കുമ്പോൾ, ആ ശബ്ദവീചികൾ ശ്രവണപുടങ്ങളിൽ വന്നിങ്ങനെ അലയടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഭക്തന്മാർക്ക്, സജ്ജനങ്ങൾക്ക്, അവരുടെ മനസ്സിന് ഉണ്ടാവണു. അത് അവരെ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ആനന്ദം, ആ ആനന്ദാതിരേകം എന്തെന്നില്ലാണ്ട് അവരുടെ സജ്ജനങ്ങളുടെ മനസ്സിനെ, അവിടുത്തെ ആശ്രയിക്കുന്ന സജ്ജനങ്ങളുടെ, ഭക്തന്മാരുടെ മനസ്സിനെ മതിപ്പിക്കണു. അങ്ങനെ എന്താ പറയുക, അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് അവരുടെ കണ്ണീര് ഇങ്ങനെ പൊഴിഞ്ഞു വീഴണു. ആ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു വീണു. അതിലിങ്ങനെ അവരിങ്ങനെ എന്താ പറയുക, ഒരു എന്തെന്നില്ല, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭൂതി അവരിൽ ഉണ്ടാവണു. അതാണ് പ്രഹ്ലാദൻ അസുര ചക്രവർത്തിയായ തൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇങ്ങനെ 9 വിധത്തിലുള്ള 9 വിധ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രേമഭക്തിയോടുകൂടി ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് പ്രഹ്ലാദൻ അച്ഛനോട് പറഞ്ഞില്ലേ. ആ ശ്രവണത്തിനാണ് ഏറ്റവും പ്രധാനം. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ശ്രവിക്കുക, ഭഗവാന്റെ ഗീതങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ ശ്രവിക്കുക, പിന്നെ അത് മനനം ചെയ്യുക, പിന്നെ അത് കീർത്തിക്കുക. ഇങ്ങനെ ഭക്തിയുടെ പടിപടിയായിട്ടുള്ള ഉയർച്ച. അങ്ങനെ ആ 9 വിധ ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിക്കുകയാണ് വേണ്ടത്. അപ്പം ശ്രവണത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, മേൽപ്പത്തൂര് ആദ്യത്തെ ആ ദശകത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്, മധുരതരമിതം ത്വദ്പുഷ്ടിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈ ചപീത്വാ. കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുക, കാതുകൾ കൊണ്ട് പാനം ചെയ്യുക, അങ്ങനെ ഓരോ അംഗങ്ങളെ കൊണ്ടും അവിടുത്തെ മഹത്വവും അവിടുത്തെ സൗന്ദര്യം ഇങ്ങനെ
പാനം ചെയ്യാണ്. പിബത 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 ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക എന്ന് ഭാഗവതത്തിൽ കാണാം നമുക്ക്. അപ്പം അതേപോലെ ഗുരുവായൂരപ്പ അവിടുത്തെ ആ അതിമധുരമായിട്ടുള്ള ആ രൂപം അത് കാണാനോ സ്മരിക്കാനോ മാത്രമല്ല, അവിടുത്തെ ആ രൂപത്തെക്കുറിച്ച്, അവിടുത്തെ ആ സൗന്ദര്യത്തെക്കുറിച്ച്, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് സജ്ജനങ്ങളിങ്ങനെ പാടി 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 തമ്മിലിങ്ങനെ സജ്ജനങ്ങൾ തമ്മിൽ കാണുമ്പോൾ വേറൊന്നും അവർക്ക് ഗോപികമാരുടെയൊക്കെ കഥ പ്രസിദ്ധമാണല്ലോ, ഈ നമുക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അങ്ങനെ ആ അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ മഹത്വം, അവിടുത്തെ മഹാത്മ്യം സജ്ജനങ്ങൾ ഭക്തന്മാരിങ്ങനെ തമ്മിൽ കാണുമ്പോൾ പാടി 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 അങ്ങനെ അതിങ്ങനെ തമ്മിൽ പാടുകയും പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അതിലിങ്ങനെ ആ ആനന്ദത്തിൽ, ആ ആനന്ദ കണ്ണീരിലിങ്ങനെ അവർ ആറാടണു. അങ്ങനെ ഭക്തന്മാർ അവിടുത്തെ കഥകൾ പാടുമ്പോഴും ഒക്കെ ആനന്ദ കണ്ണീരിൽ ആറാടുമ്പോൾ അവിടെ ശ്രീ ഭഗവതി എത്തണു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും അവിടുത്തെ സമീപത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൽ തിരിച്ചെത്തണു. അപ്പം അങ്ങനെ ശ്രീ ഭഗവതിക്ക് പോലും ഉറവിടമായിട്ടുള്ള അവിടുത്തെ ആ വപുസ്, സാന്ദ്രാനന്ദമയമായിട്ടുള്ള അവിടുത്തെ ആ വിഗ്രഹം, അവിടുത്തെ ആ വപുസ്, ആ വപുസ്സിൽ ഭക്തന്മാരെ ഏതെല്ലാം വിധത്തിലാണ് കണ്ടുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അവിടുത്തെ കഥകളും കീർത്തനങ്ങളും ഗീതങ്ങളും കേട്ടുകൊണ്ടും ആനന്ദ കണ്ണീര് ഒഴിച്ചുകൊണ്ട് അതിലിങ്ങനെ ആറാടണു ഹേ ഗുരുവായൂരപ്പ എന്നിങ്ങനെ മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണു. ഇനി അടുത്ത ശ്ലോകങ്ങളിലും മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനിലുള്ള ആ ഒരു ഭക്തിയുടെ മഹത്വം കൂടുതൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നാളെ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.